വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടോ, ഭയങ്കര വെള്ളത്തിൻ്റെ ഒഴുക്കാ സംഭവം. ഇത് കാണുമ്പോൾ നിങ്ങൾ കല്ലടയാറോ അല്ലെങ്കിൽ കായലോ ആണെന്ന് കരുതരുത്. ഇത് സംഭവം നമ്മുടെ വീട്ടിനുള്ളിലാണ്. വെള്ളം ഒഴുകി പോണമൊക്കെ. ഫ്ലാറ്റിനുള്ള സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഇന്ന് 9:30 നമ്മുടെ വീഡിയോ വരുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് കറണ്ടും പോയി, മഴ പെയ്തു. കുറേ കാലത്തിന് ശേഷം ചൂട് കാരണം ഇത്ര ദിവസം ഉറങ്ങാൻ വയ്യാണ്ട് ഉറക്കം പോയി. ഇനി വെള്ളം കാരണം ഉറക്കം പോയി. മൊത്തത്തിൽ പ്രതീക്ഷിതമായിട്ടുള്ള മഴ കാരണം വീടിനുള്ളിലെല്ലാം വെള്ളം കയറി കേട്ടോ. പിന്നെ രണ്ടായാലും നമുക്ക് ഉറക്കമില്ല. ചൂട് കാരണം ഇത്ര ദിവസം ഉറക്കമില്ല, മഴയായപ്പം ഉറക്കം കിട്ടുമെന്ന് കരുതി. അപ്പോൾ അതങ്ങനെയായി. ഫുള്ള് കയറി കേട്ടോ. അടുക്കളയിൽ നിന്ന് അവിടെ നിന്നെല്ലാം വെള്ളം കയറി വന്ന്. പറയ് രണ്ടായാലും അതെന്താ നീ ഉറങ്ങും? എന്തായാലും ലിജി ഉറങ്ങും, നമ്മൾ ഉറങ്ങൂല. അതാണ് ലിജി പറഞ്ഞത്. അപ്പോൾ സംഭവം മഴ പെയ്തപ്പോൾ നല്ല കനത്ത മഴയായിരുന്നു. അപ്പം മുറ്റത്തൊന്നും വെള്ളം കിടക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നല്ല വെള്ളം കൂടെ അകത്ത് കയറി. ഇനിയിപ്പം ഇന്ന് ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കിടക്കാമെന്നിരിക്കുക അല്ലേ. പിന്നെന്താ പറയുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. കറണ്ടൊന്നും വന്നാൽ മതിയായിരുന്നു. നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ശീലമായിപ്പോയി. അതുകൊണ്ട് പിന്നെ അപ്പോൾ ഞാൻ പറയാൻ വന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വേണ്ട, വെള്ളം ഒഴുകി കയറി വരുമോ, ബാക്കിൽ നിന്ന് കയറി വരുമോ കേട്ടോ. അപ്പോൾ കായലിൽ വേലിയേറ്റം ആയതുകൊണ്ട് വെള്ളം അങ്ങോട്ട് പോകത്തില്ല. കാരണം വേലിയേറ്റം കൂടുതലായതുകൊണ്ട് വെള്ളം കായലിലേക്ക് പോകത്തില്ല. വെള്ളം കയറുമില്ലേ കായലിൽ നിന്ന് അകത്തോട്ട്. അപ്പം വെള്ളം ഇങ്ങോട്ട് തള്ളത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഈ വെള്ളം ഇനി ഇപ്പം പോകാനായിട്ട് ഈ മഴയെല്ലാം തോന്ന് വേലി ഇറക്കമാവുന്ന സമയത്ത് മാത്രമേ ഈ വെള്ളം പോകുള്ളൂ കേട്ടോ. ഇത് ചെയ്യേണ്ട കാലൊക്കെ പൊക്കി ഇതിനെ വണ്ടക്കി വെച്ചേക്കാം. അത് ഇത്രയും വെള്ളമായിട്ടുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇവിടെ എത്തും. അപ്പോൾ അതിൻ്റെ ഈയുടെ കാല് നനഞ്ഞിട്ടില്ല. ഞാനൊക്കെ അത് കാലൊക്കെ നനച്ച് ഇരിക്കുക. നാളെ നല്ലൊരു പണിയുണ്ട്. നല്ലൊരു പണിയെന്ന് വെച്ചാൽ ഇത് അലക്കുകയെന്ന് വെച്ചാൽ ഇത് കഴുകി വൃത്തിയാക്കുന്നത് ഭയങ്കരമായൊരു പണിയാണ് കേട്ടോ. ജി ഹാപ്പി വാട്ടർ ഡേ, ഹാപ്പി റെയിനി ഡേ. അപ്പം അതൊന്ന് പറയാൻ വന്നാൽ ഈ 9:30 നമ്മുടെ വീഡിയോ കാത്തിരിക്കുന്നവർ ദയവായി ഈ വീഡിയോയിൽ ക്ഷമിക്കണം. ഞാനുള്ളതല്ലേ അന്നേ പറഞ്ഞില്ലേ, ഇത് പൊളിച്ച് കളഞ്ഞിട്ട് ഷെഡ് വെക്കാതെ എന്ന് എത്ര കാലമായിട്ട് ഞാൻ പറയുന്നു. അതാ ചെയ്യണ്ടേ. എന്താ ഓക്കെ അല്ലേ? പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് വെക്കാൻ, അപ്പോൾ ഒരു സാമ്പത്തികം പോലെ നമുക്ക് വീടുണ്ടാക്കാമല്ലോ. അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്.